Welcome to all. I am Satish Kumar. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന KSEB സബ് എഞ്ചിനീയർ മീറ്റർ റീഡർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസറും പാർട്ട് 11 അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. 142ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The best MCB category for motor protection is dash. മോട്ടോർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല MCBയുടെ കാറ്റഗറി ഏത് എന്നാണ്. ആൻസർ ഇവിടെ തന്നിട്ടിരിക്കുന്നത് L സീരീസ്, B സീരീസ്, G സീരീസ്, DC സീരീസ്. ആൻസർ G സീരീസ് MCB ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 143ാമത്. വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റർ ഈസ് യൂസ്ഡ് ആസ് എ ബൂസ്റ്റർ ജനറേറ്റർ? DC ജനറേറ്ററിലെ ഏത് ജനറേറ്റർ ആണ് ബൂസ്റ്റർ ജനറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഷണ്ട് ജനറേറ്റർ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ, നൺ ഓഫ് ദീസ്. അപ്പൊ അതിനകത്ത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് അല്ല, കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പഠിച്ചിരുന്നു അത് വെൽഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഷണ്ട് ജനറേറ്റർ അല്ല, അതൊരു കോൺസ്റ്റന്റ് സ്പീഡാണ്. അപ്പോൾ ബൂസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും സീരീസ് ജനറേറ്റർ ആയിരിക്കും. ഓക്കെ, 144ാമത്തെ ക്വസ്റ്റ്യൻ. The capacitor of a fan is shorted when the fan will be. ഒരു കപ്പാസിറ്റർ, ഒരു ഫാനിന്റെ, സീലിംഗ് ഫാനിന്റെ കപ്പാസിറ്റർ ഷോർട്ട് ആയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കപ്പാസിറ്റർ വിട്ടുപോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളത് തട്ടിക്കറക്കി കൊടുത്താൽ ആ സ്റ്റാർട്ടിംഗ് ടോർക്ക് കിട്ടിയിട്ട് വളരെ കുറഞ്ഞ സ്പീഡിൽ അത് വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. നോട്ട് റൺ, റൺ സ്ലോലി, റൺ ഫാസ്റ്റ്, റൺ വിത്ത് നോയ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് നോട്ട് റൺ ആണ്. ഇതിപ്പോൾ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്തൊരു സ്പ്ലിറ്റ് ഫേസ് ഉണ്ടാവുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യുകയില്ല. 145ാമത്തെ ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക്കൽ ഓവൻ ഈസ് ആസ് ഹീറ്റിംഗ് എലമെന്റ് ഈസ് ഡാഷ്. ഒരു ഇലക്ട്രിക് ഓവനകത്ത് ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. കോപ്പർ, ബ്രാസ്, യുറേക്ക ആൻഡ് നിക്രോം. ഇവിടെ കോപ്പറും ബ്രാസും അല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. പിന്നെ ഒരു സംശയം വരുന്നത് യുറേക്കയും നിക്രോമാണ്. ഇവിടെ ആൻസർ ഈസ് നിക്രോം. 146ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ DC സീരീസ് ജനറേറ്റർ വെൻ കണക്ടഡ് ഇൻ സീരീസ് വിത്ത് ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഇറ്റ് വിൽ ബി കോൾഡ് ഡാഷ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് വേറൊരു രീതിയിൽ തൊട്ട് മുമ്പ് 142ാമത്തെ ചോദിച്ചിരുന്നത്, 43ാമത്തെ ചോദിച്ചിരുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഷണ്ട് ജനറേറ്റർ, ട്രാൻസ്മിറ്റർ, ബൂസ്റ്റർ ആൻഡ് ആംപ്ലിഫയർ. ഇവിടെ നമുക്കറിയാം ആൻസർ ഈസ് ബൂസ്റ്റർ. അടുത്തത് 147ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ DC ജനറേറ്റർ ദ ബ്രഷർ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ഡാഷ് ഫോർ മാക്സിമം എഫിഷ്യൻസി. ഒരു DC ജനറേറ്ററിനകത്ത് ബ്രഷുകൾ പ്ലേസ് ചെയ്യുന്നത്, മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി ബ്രഷുകൾ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണെന്നാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് GNA, MNA, ബിറ്റ്വീൻ GNA ആൻഡ് MNA, നൺ ഓഫ് ദീസ്. ഇപ്പൊ ഇതിന് ആൻസർ എന്ന് പറയുന്നത് MNA ആണ്. ഇനി എന്താണ് ഈ GNA, എന്താണ് MNA എന്ന് നോക്കാം. ദ ജിയോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ഈസ് കാൾഡ് GNA. The axis that bisects the angle between the center line of the adjacent poles. The magnetic neutral axis is called MNA. Is this the axis drawn perpendicular to the mean direction of the flux passing through the center of the armature? അപ്പോൾ ഫ്ലക്സ് പാസ് ചെയ്യുന്നതിന്റെ മീൻ ഡയറക്ഷനിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, ആർമേച്ചറിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, MNAക്കകത്ത് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്. ഇനി മറ്റൊരു രീതി നോക്കിക്കഴിഞ്ഞാൽ brushes are always placed in along with the MNA because the reversal of current in the armature conductors takes place along this axis. GNA, geometrical neutral axis, may be defined as the axis which is perpendicular to the stator field axis. Okay. 148ാമത്തെ question. The two primary parts of a squirrel cage induction motors are dash. ഒരു സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രൈമറി പാർട്ടുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: സ്റ്റേറ്റർ ആൻഡ് റോട്ടർ, സ്റ്റേറ്റർ ആൻഡ് ഫീൽഡ്, റോട്ടർ ആൻഡ് സ്ലിപ്പ് റിംഗ്, റോട്ടർ ആൻഡ് ആർമേച്ചർ. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ ആണ്. സ്റ്റേറ്റർ ആൻഡ് ഫീൽഡ് അല്ല, അത് ശരിക്കും എന്താണ്, ഫീൽഡ് കൂടുതൽ DC-ക്കൊക്കെയാണ് വരുന്നത്. പിന്നെ റോട്ടർ ആൻഡ് സ്ലിപ്പ് റിംഗ് എന്നുള്ളത് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിനുള്ളതാണ്. റോട്ടർ ആൻഡ് ആർമേച്ചറും ഈ പറഞ്ഞ പോലെ DC-ക്കാണ് വരുന്നത്. ഓക്കെ, 149ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് മോട്ടോർ ഈസ് യൂസ്ഡ് ഇൻ എ ഫുഡ് മിക്സർ? ഫുഡ് മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം.
ഷണ്ട് മോട്ടോർ, കോമ്പൗണ്ട് മോട്ടോർ, യൂണിവേഴ്സൽ മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ. ആൻസർ ഈസ് യൂണിവേഴ്സൽ മോട്ടോർ. ഷണ്ട് മോട്ടോർ അല്ല, കോമ്പൗണ്ട് മോട്ടറും അല്ല, പിന്നെ കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാൻ പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ആൻസർ യൂണിവേഴ്സൽ മോട്ടോർ. 150ാമത്തെ ക്വസ്റ്റ്യൻ, അസിഡിറ്റി ടെസ്റ്റ് ഓൺ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് കണ്ടക്ടഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ് ഡാഷ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കൾച്ചർ ടെസ്റ്റ് ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ അസിഡിറ്റി ടെസ്റ്റ് ആണ്. ഓപ്ഷൻസ് നോക്കാം: എയർ, ഗ്യാസ്, വാട്ടർ ആൻഡ് ഓക്സൈഡ്. അവിടെ നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാനായിരുന്നു എങ്കിൽ ഇവിടെ ആൻസർ ഓക്സൈഡ് കണ്ടുപിടിക്കാനാണ്. ഓക്സൈഡ്സിന്റെ പ്രസൻസ്, ഓക്സിഡേഷനുള്ള അതിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. 151ാമത്തെ ചോദ്യം, ദ ഓയിൽ ഫീൽഡ് ഇൻ ദ ട്രാൻസ്ഫോമർ ടാങ്ക് ഈസ് ഡാഷ്. ആ ഓയിൽ, അതിനകത്തുള്ള ഫീൽഡിനകത്തുള്ള ഓയിൽ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ടാങ്കിനകത്തുള്ള ഓയിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ടൈപ്പ് ഓയിൽ ഏതാണ്, ഓയിൽ ഫീൽഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വെജിറ്റബിൾ ഓയിൽ, ക്രൂഡ് ഓയിൽ, മിനറൽ ഓയിൽ, എഞ്ചിൻ ഓയിൽ. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ അല്ല, നമുക്കറിയാം. പിന്നെ ക്രൂഡ് ഓയിൽ പെട്രോൾ ഉത്പാദിപ്പിക്കാനുള്ളതാണ്. എഞ്ചിൻ ഓയിൽ എഞ്ചിൻ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ആൻസർ ഈസ് മിനറൽ ഓയിൽ. 152ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഗേജ് യൂസ്ഡ് ഇൻ ദ ട്രാൻസ്ഫോമർ ഈസ് ടു ഇൻഡിക്കേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഡാഷ്. ഈ ട്രാൻസ്ഫോമറിന്റെ അവിടെ ടെമ്പറേച്ചർ ഗേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: വിൻഡേജ്, വൈൻഡിങ്സിന്റെ, ടാങ്കിന്റെ, ഓയില്, കോർ. ഇപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓയിലാണ്. ഓയിലിന്റെ ടെമ്പറേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ് ആ വെച്ചിരിക്കുന്നത്. ഓക്കെ. ഓയിൽ ചൂടാവുക എന്ന് വെച്ചാൽ അതിനർത്ഥം അത് ഓയിൽ എന്നുള്ള കൂളിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ ചൂടാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ട്രാൻസ്ഫോമർ ചൂടാവുന്നു എന്നുള്ളതാണ്. ഓക്കെ. 153ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇസ് ഡാഷ്. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ റേഷ്യോ എങ്ങനെയാണ് പറയുന്നതാണ്. ഓപ്ഷൻ നോക്കാം: ലെസ് ദാൻ 1, യൂണിറ്റി, മോർ ദാൻ 1, നൺ ഓഫ് ദ എബവ്. ഇവിടെ എപ്പോഴും സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് തന്നെ മോർ ദാൻ 1 ആയിരിക്കും. അതായത് സ്റ്റെപ്പ് ഡൗൺ അല്ല, സെക്കൻഡറി വൈൻഡിങ്ങും പ്രൈമറി വൈൻഡിങ്ങുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ പ്രൈമറി കുറവും സെക്കൻഡറി കൂടുതലും ആയിരിക്കും. ആൻസർ ഈസ് മോർ ദാൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രിപ്പിംഗ് ഡിവൈസ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് യൂസ്ഡ് നെയിംലി ഡാഷ്. ഒരു ട്രിപ്പിംഗ് ഡിവൈസ്, ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ട്രിപ്പിംഗ് ഡിവൈസിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം: HRC ഫ്യൂസ്, MCB, സർക്യൂട്ട് ബ്രേക്കർ, ഗ്ലാസ് ഫ്യൂസ്. ഉറപ്പിക്കാം, HRC ഫ്യൂസും ഗ്ലാസ് ഫ്യൂസും അല്ല എന്ന്. ആകെ ഒരു ഡൗട്ട് ഉണ്ടാവുന്നത് MCB ആണോ സർക്യൂട്ട് ബ്രേക്കറോ എന്നാണ്. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേര് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ഓക്കെ. 155ാമത്തതും ഈ വീഡിയോയുടെ അവസാനത്തെയുമായ ക്വസ്റ്റ്യൻ ആണ്. During continuity test in an installation, the measure indicated reading is dash mega ohms. അപ്പോ നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കണ്ടിന്യൂറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് ഈ മെഗർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീഡിംഗ് എത്ര മെഗാ ഓം ആയിരിക്കും എന്നാണ് നമുക്ക് നോക്കാം. ഓപ്ഷൻ 0, 1, ഇൻഫിനിറ്റി, 500. ഓർമ്മിക്കുക, 1 അല്ല, 500ഉം അല്ല. നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ്. അപ്പൊ ഒരിക്കലും എന്താവത്തില്ല, കണ്ടിന്യൂറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഫിനിറ്റി ആയിരിക്കത്തില്ല. ആൻസർ ഈസ് 0. അപ്പൊ നമ്മള് 11ാമത്തെ പാർട്ടിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആദ്യത്തെ സ്ലൈഡിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെയേറെ വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.